സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ സേ ഇറ്റ് വിത്ത് ഫ്ലവേഴ്സ്. എഴുതിയത് ഇന്ദുബാല. കിളിയൊച്ചയും വേൽപ്പൂക്കളും വാഹനങ്ങളുടെ ശബ്ദഘോഷങ്ങളും നിറഞ്ഞ പ്രഭാതത്തിലൂടെ ഇടുങ്ങിയ ഓഫീസ് മുറിയുടെ മുന്നിലെത്തിച്ചേരുമ്പോൾ അതിരാവിലെ മൊബൈലിൽ ലഭിച്ച സന്ദേശം ഉള്ളിൽ തിടുക്കപ്പെട്ടു. സമയനിഷ്ഠയാണ് പ്രധാനം. തൊഴിലാളികളായി 2 പേർ മാത്രം. എന്നിട്ടും ഈ സ്ഥാപനം നല്ല നിലയിൽ തന്നെ തുടരുന്നു. ഏറെ അധ്വാനമുണ്ടെങ്കിലും കിട്ടുന്ന ശമ്പളത്തിലുപരി എന്തോ ഒരാത്മസംതൃപ്തി ലഭിക്കുന്നുണ്ട്. വാതിൽ തുറന്നപ്പോൾ ഓഫീസിന്റെ കണ്ണാടി ചുമരുകളിൽ പരസ്യങ്ങൾ തെളിഞ്ഞു. സേ ഇറ്റ് വിത്ത് ഫ്ലവേഴ്സ്. നിങ്ങളുടെ വികാരങ്ങൾ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കാൻ ആകർഷണീയമായൊരു ശൈലി. പ്രണയം, വിരഹം, സ്നേഹം, ദുഃഖം, സഹതാപം, ഏതു ഭാവവും വാക്കുകളേക്കാൾ വാചാലമായി ഹൃദയത്തിൽ നിന്നു ഹൃദയങ്ങളിലേക്ക്. ആശയം പാശ്ചാത്യമാണ്, പക്ഷേ ഇവിടെയും ധാരാളം പ്രചരിച്ചു കഴിഞ്ഞു. ആഗോളവൽക്കരണം കൊണ്ടുവരുന്നതെന്തും തരംതിരിക്കാൻ മെനക്കെടാതെ അന്ധമായി സ്വീകരിക്കാൻ സന്നദ്ധരായ ഒരു സമൂഹം വളരുകയാണ്. ഈ അനുകരണ ഭ്രമം മൂലധനമാക്കിയാണല്ലോ ഈ ബിസിനസ്സു തന്നെ. മുരുകന്റെ പടത്തിനു മുന്നിൽ വിളക്കും ചന്ദനത്തിരിയും കൊളുത്തി പ്രാർത്ഥിച്ച ശേഷം ഫ്രാൻസിസ് ഫ്ലവർ കോർണറിലേക്ക് വിളിച്ച് ഓർഡർ കൊടുത്തു. 10 മണിക്കുള്ളിൽ സാധനം എത്തിക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശമുണ്ട്. മെയിലിലെ അഡ്രസ് നോക്കി ഏതോ കുഗ്രാമമാണ്. നന്ദു വരട്ടെ, അവനോട് പ്രത്യേകം ഏൽപ്പിച്ചതാണ്. ഇന്നൊരു ദിവസം എന്തു തിരക്കുണ്ടെങ്കിലും തനിക്കു ലീവെടുത്തേ പറ്റൂ. കാര്യങ്ങളെല്ലാം നന്ദുവിനറിയാം. അവൻ വന്നു കഴിഞ്ഞാൽ എല്ലാം ഏൽപ്പിച്ച ശേഷം മൊബൈൽ ഒന്ന് പിടഞ്ഞു. നന്ദുവിൻ്റെ ക്ഷമാപണം. ജെന്യുൻ റീസൺ. ഇന്നലെ രാത്രിയാണ് ബ്രോക്കർ പറഞ്ഞത് ഇന്നു തന്നെ പെൺകുട്ടിയെ പോയി കാണണം. മൊബൈലിൻ്റെ ഒരു സാധ്യത കൂടി അയാൾ തിരിച്ചറിഞ്ഞു. ആരോടും എപ്പോൾ വേണമെങ്കിലും മുഖം നോക്കാതെ എളുപ്പത്തിൽ കാര്യം പറയാം. കടപ്പാടുകൾ ഓർത്ത് പിരിമുറുക്കം കൊള്ളേണ്ടതില്ല. അല്ലെങ്കിൽ എല്ലാം അറിയുന്ന നന്ദു ഇങ്ങനെ. പക്ഷേ അയാൾക്ക് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാൻ പറ്റില്ലല്ലോ. 2 വീലറുമായി തിരക്കിലൂടെ തുഴഞ്ഞ് മേട്ടുപ്പാളയം സ്ട്രീറ്റിലേക്ക് പോകും വഴി നില ബേക്കറിയിൽ കയറി മകളുടെ പിറന്നാളിനേൽപ്പിച്ച കേക്ക് തയ്യാറായിട്ടുണ്ടെങ്കിൽ വാങ്ങാം. സമയം ലാഭിക്കാനുള്ള വഴികൾ ആസൂത്രണം ചെയ്തു. ഇന്ന് ഇതുവരെ വേറെ ഓർഡറുകളൊന്നും വന്നിട്ടില്ലെന്നതാണ് ആകെ ഒരാശ്വാസം. ഓർഡറുകൾ സ്വീകരിക്കുന്നതിനുള്ള സമയം 10 മണിയെന്നു നിജപ്പെടുത്തിയ മാനേജ്മെന്റിനെ മനസ്സുകൊണ്ട് നമിച്ചു. ഭാഗ്യം തൻ്റെ ഭാഗത്താണെന്ന് അയാൾക്ക് തോന്നി. കേക്ക് വാങ്ങി സൈഡ് ബോക്സിൽ നിക്ഷേപിച്ചു. മേട്ടുപ്പാളയം സ്ട്രീറ്റിലേക്ക് വച്ചുപിടിച്ചു. കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ ഫ്രാൻസിസ് കണിശക്കാരൻ തന്നെ. അതിമനോഹരമായി ഒരുക്കിയ ബൊക്കെ ഏറ്റുവാങ്ങുമ്പോൾ അയാൾ മനസ്സിൽ പറഞ്ഞു. അസാമാന്യ വലിപ്പം, വിലയേറിയ പുഷ്പങ്ങൾ, എത്തിക്കേണ്ട സ്ഥലത്തെക്കുറിച്ചൊരു ചിത്രം അയാൾ ഭാവനയിൽ വരച്ചു. ഏതോ സമ്പന്നൻ. അവിടെയും തൻ്റെ മകളെപ്പോലെ ഒരു പിറന്നാളുകാരൻ കാത്തിരിക്കുന്നു. വിദേശത്തുള്ള അച്ഛൻ്റെ സ്നേഹ സന്ദേശത്തിനായി. പൊരിവെയിലിനെ വകവയ്ക്കാതെ അതിവേഗം വണ്ടി ഓടിച്ചു. 10 മണിയെന്ന് വാച്ച് സമയം കാണിച്ചപ്പോൾ ഞരമ്പുകൾ ഒന്നയഞ്ഞു. ഹാവൂ, ഇന്നിനി രാവിലെ വേറെ ഓർഡറുകളില്ല. അമ്മയെ നഷ്ടപ്പെട്ട ശേഷം മകൾ മണിക്കുട്ടിയുടെ ആദ്യത്തെ പിറന്നാളാണ്. ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് തിരിച്ചറിയാനൊന്നും പ്രായമാകാത്ത 5 വയസ്സുകാരി താൻ എത്തുന്നതും കാത്തിരിക്കും. അവളെ വേദനിപ്പിക്കാൻ വയ്യ. അച്ഛൻ വന്നിട്ടേ ഞാൻ ഊണു കഴിക്കൂ. രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ അവൾ ഉറപ്പിച്ചു പറഞ്ഞു. അമ്മയില്ലാത്തതുകൊണ്ട് അവൾക്ക് വാശി കൂടുതലാണ്. പിറന്നാളിനു കേക്ക് വേണം, പുതിയ ഉടുപ്പ് വേണം, അങ്ങനെ ചെറിയ ശാഠ്യങ്ങൾ. അവളുടെ കാര്യങ്ങൾ ഒന്നൊഴിയാതെ നിറവേറ്റുമ്പോൾ കൃത്യമായ പരിഭവം ഭാവിച്ചുകൊണ്ട് സുജ ഉള്ളിലിരുന്ന് ഓർമ്മപ്പെടുത്തും. വേണ്ട, വല്ലാതെ കൊഞ്ചിച്ച് വഷളാക്കണ്ട. നിയന്ത്രിക്കാൻ കൂടെ ഞാനില്ലെന്നു മറക്കണ്ട. കാറ്റിൽ അവളുടെ നീണ്ട മുടിയിഴകൾ മുഖത്ത് പാറി വീണതുപോലെ. തോളിൽ അമർത്തിപ്പിടിച്ച നെയിൽ കുപ്പിവളകൾ കിലുങ്ങിയോ. സ്ഥലനാമം രേഖപ്പെടുത്തിയ മഞ്ഞ ബോർഡ് ബോധത്തിലേക്കുണർത്തി. അയ്യോ, വഴി തെറ്റിപ്പോയി. മെയിൻ റോഡിലൂടെ 1 കിലോമീറ്ററിലധികം മുന്നോട്ട് പോയിരിക്കുന്നു. വണ്ടി തിരിക്കുമ്പോൾ കണക്കാക്കി. ഇനി ഒരു 5-6 കിലോമീറ്റർ കൂടി. മെയിൻ റോഡിൽ നിന്നും തിരിഞ്ഞതോടെ വഴി ദുർഘടം പിടിച്ചതായി. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലെ കുഴികൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നേറുമ്പോൾ ഗ്രാമത്തിൻ്റെ ദരിദ്രമുഖം കണ്ടു തുടങ്ങി. അധികവും കുടിലുകൾ, ഇടയ്ക്കിടെ ചെറിയ ഓടിട്ട വീടുകൾ. ഒരു ചേരിപ്രദേശം പോലെ. വഴിതെറ്റിപ്പോയോ എന്ന് സംശയിച്ച് അഡ്രസ് ഒന്നുകൂടി പരിശോധിച്ചു.
ധാരാളം കൈവഴികളായി പിരിഞ്ഞും വീണ്ടും ഒന്നിച്ചു ചേർന്നും വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ഇടുങ്ങിയ പാതകൾ ട്രഷർ ഹണ്ട് പസിൽ പോലെ തോന്നിച്ചു. വെയിൽ തിളച്ചു തൂവിയ വഴി വിജനമാണ്. ദിൽഖുഷ് വില്ല തേടി പലതവണ അയാൾ വഴികളിൽ കറങ്ങി. പിറന്നാളല്ലേ, സേമിയ പായസത്തിൽ ഏലത്തരി അലിഞ്ഞു ചേരുന്ന മണം, അല്ലെങ്കിൽ ബിരിയാണി മസാലയുടെ. അയാൾ മൂക്കുവിടർത്തി മെല്ലെ വളവുകളിലൂടെ മുന്നേറുമ്പോൾ ഒരു വഴി അവസാനിക്കുന്നിടത്തെ മരബോർഡ് കണ്ണിൽപ്പെട്ടു. വളരെ ചെറിയ ഓടിട്ട വീട്. മരയഴികൾ ചേർത്ത് ആണിയടിച്ചുണ്ടാക്കിയ ഗേറ്റിനരികെ നാട്ടിയ പട്ടിക്കഷണത്തിൽ കളർ ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തിയ ഏരോ മാർക്കിനു നേരെ അവ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ദിൽഖുഷ് വില്ല. വണ്ടി നിർത്തി ഗേറ്റിന്റെ ഇരുമ്പ് കൊളുത്തു മാറ്റുമ്പോൾ വീണ്ടും സംശയമുദിച്ചു. ശബ്ദം കേട്ടിറങ്ങി വന്ന കുട്ടികളും മുതിർന്നവരും അടങ്ങുന്ന സംഘം അയാളെ അത്ഭുതപ്പെടുത്തി. എല്ലാ മുഖങ്ങളും എന്തോ പ്രതീക്ഷിക്കുന്നതുപോലെ. കൂട്ടത്തിൽ തലമൂത്ത കാരണവർ അകത്തേക്കു ക്ഷണിച്ചു. കൊതിയൂറുന്ന കുട്ടിക്കണ്ണുകളെ അവഗണിച്ച് ഇറയത്തേക്കു കയറുമ്പോൾ ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ദുബായിൽ ജോലി ചെയ്യുന്ന നാസറിന്റെ തന്നെ കേറി കുത്തിരിക്കി. പിന്നെ കാരണവർ അകത്തേക്ക് നോക്കി പറഞ്ഞു, മോളെ റസിയ, അന്റെ പുയ്യാപ്പിള ദുബായിന്ന് അയച്ച പൊതിയും കൊണ്ട് വന്നതാ ഓല്. ഓലയുടെ കടലാസിൽ ഒരു ഒപ്പിട്ടു കൊടുക്ക്. വാതിൽപ്പടിക്കു പിന്നിലെ തിരക്കിൽ ഒരലയിളകി. പിഞ്ഞി തുടങ്ങിയ തട്ടം കൊണ്ട് പാതി മുഖം മറച്ച് പുറത്തു വന്ന ചെറുപ്പക്കാരിയുടെ കണ്ണിൽ പ്രതീക്ഷയുടെ തിളക്കം. ഇത് മുനീറിന്റെ പേർക്കല്ലേ? സാരില്ല, നിങ്ങൾ ഒപ്പിട്ടാൽ മതി. ഒപ്പുവാങ്ങാൻ കടലാസ് എടുത്തു നീട്ടുമ്പോൾ കലപില കൂട്ടുന്ന കുട്ടികളുടെ സംഭാഷണം അയാളുടെ കാതിൽ വീണു. മുട്ടായി അയക്കാരാം. അല്ല, തുണിയും കുപ്പായാന്നാ തോന്നണ്. ഒന്നുമല്ല, എളാപ്പ കളിസാമാനവും കൊടുത്തയച്ചിട്ടുണ്ടാവും. കൂട്ടത്തിൽ ചെറിയ പെൺകുട്ടി കരച്ചിലിന്റെ വക്കോളമെത്തിയ സ്വരത്തിൽ കൊഞ്ചി. മുനീർക്ക, ഇക്കും തരുമോ ദുബായ് മുട്ടായി? മിണ്ടാണ്ടിരിക്കടി ബലാലെ, മുനീർ എന്ന പിറന്നാളുകാരൻ അഭിമാനം കൊണ്ട് വിജൃംഭിച്ചു. ഒരു പാവം കുടുംബത്തിന്റെ പ്രതീക്ഷയോട് പൊരുത്തപ്പെടാത്ത സമ്മാനം വലിയ കാർഡ്ബോർഡ് പെട്ടിക്കകത്തു കിടക്കുന്നതോർത്ത് അയാൾക്ക് വീർപ്പുമുട്ടി. സദ്യയോ ആഘോഷമോ ഒന്നും എത്തി നോക്കിയിട്ടു പോലുമില്ലാത്ത ആ വീട്ടിൽ ബൊക്കെ ഏൽപ്പിച്ചു തിരിഞ്ഞു നടക്കുമ്പോൾ അയാൾ കേട്ടു നിരാശയുടെ നെടുവീർപ്പുകൾ, പരാതികൾ, പരിഭവങ്ങൾ, വാശിക്കരച്ചിലുകൾ. ഗേറ്റടക്കാൻ തിരിഞ്ഞതാണ്. മുറ്റത്തേക്ക് അലക്ഷ്യമായി എറിഞ്ഞ വിലപിടിച്ച ബൊക്കെ കുനിഞ്ഞെടുത്ത് ഇതളുകളിൽ വിരലോടിച്ച് കണ്ണുകൾ തുളുമ്പാൻ സമ്മതിക്കാതെ അടക്കി പിടിച്ചു നിൽക്കുന്ന മുനീർ എന്ന പിറന്നാളുകുട്ടിയെ നെഞ്ചിലെന്തോ കനത്തു. മണിക്കുട്ടിക്കു വേണ്ടി വാങ്ങിയ പിറന്നാൾ കേക്കുമായി വീണ്ടും ഗേറ്റ് തുറന്ന് അകത്തേക്കു നടക്കുമ്പോൾ നെഞ്ചിലെ ഭാരം മെല്ലെ അലിയുന്നതറിഞ്ഞു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.